അച്ഛന് സമയം കിട്ടാത്തതുകൊണ്ടാ. അമ്മച്ചിക്ക് ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ കുറച്ച് സമയം എടുക്കുന്ന ഡോക്ടർ പറഞ്ഞായിരുന്നു. അതെന്നാ അടുത്ത ആഴ്ച പറ്റിയതായിരുന്നു? ഞാനത് ചോദിക്കാം. സ്ലിപ്പായതാണെന്നേ മുറ്റത്തുനിന്ന്. മഴയൊക്കെ പറഞ്ഞായിരുന്നില്ലേ ആയതുകൊണ്ടല്ലേ? അന്ന്. അപ്പോ ഞാൻ അങ്ങോട്ട് വരണമെന്ന് കരുതിയായിരുന്നു. പിന്നെ ഇവിടുന്ന് മാറി നിൽക്കാൻ ഒക്കത്തില്ലെന്നേ, അതുകൊണ്ടാ. സിറ്റുവേഷൻ. അതേന്നേ, അപ്പച്ചന് എന്നാലും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം എന്തായാലും. അപ്പച്ചന്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല മോളില്ലാത്തോണ്ട്. എനിക്കറിയാലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക അത്. പിന്നെ അമ്മച്ചിനെ ഒന്ന് കാണാൻ വരണമെന്നുണ്ട്. അപ്പൊ മോൾ ഇങ്ങോട്ടൊന്ന് ഒരു പകൽ സമയത്ത് വരുവാണെങ്കിൽ അത് ഞാൻ അച്ഛനെ പറയാം. കൂട്ടിക്കൊണ്ടൊന്ന് പോകും. അതെ ഞാനത് അതാണ് പറയാം. നമ്മൾ ഒരുമിച്ച് കാറിൽ പോകുന്നതല്ലയോ, വലിയ ഡ്രൈവ് അല്ല, ചെയ്യുന്നത്. എങ്ങനെ അപ്പച്ചന്റെ കാര്യങ്ങളൊക്കെ? വലിയ ബുദ്ധിമുട്ടാ, ഒന്നും നടക്കുന്നില്ല. മറ്റേ ഉം, അപ്പച്ചനൊന്ന് ഇരുന്നാ മതിയല്ലോ, ഇരുന്ന് തന്നാ മതിയല്ലോ, മോളെല്ലാം ചെയ്യുമല്ലോ. ഉം, മോള് വന്നിട്ട് വേണം ഒന്ന് ഉഷാറാവാൻ. ഞാനിങ്ങനെ ഇറങ്ങാൻ പറ്റാത്തോണ്ടാ. അല്ലെങ്കിൽ നോക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാം. ഇപ്പൊ ഈ മഴ ആയതുകൊണ്ട് ടൂ അതുവരെ വീലർ എടുക്കാനും പറ്റത്തില്ല. കാറില് അല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാം. അതുവരെ ഒന്ന് പിടിച്ചു നിൽക്ക്. പകല് വന്നാ മതി. പകല് രാത്രി അങ്ങ് പൊക്കോ. അല്ലെങ്കിൽ രാത്രി നിൽക്കാൻ നോക്കത്തില്ലെന്നേ. ഇനിയിപ്പോ എത്ര നാൾ എടുക്കും അതൊന്ന് റെഡി ആവണമെങ്കിൽ അമ്മച്ചി? ഇനി അടുത്ത ആഴ്ച ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയും. ഇപ്പം കുഴപ്പമില്ല. അപ്പൊ സമയം എടുക്കുമല്ലയോ? ഉം. ഡോക്ടർ എന്നാ പറഞ്ഞു? ഡോക്ടർ കുഴപ്പമില്ല, പെട്ടെന്ന് പിന്നെ പ്രായമൊക്കെ ഫ്രാക്ചർ ആയതല്ലേ. ഉണ്ടല്ലയോ? ഉം. ഫുഡൊക്കെ തന്നെ കഴിക്കത്തില്ലയോ, അതോ മോളാണോ കൊടുക്കുന്നത്? ഫുഡൊക്കെ തന്നെയൊക്കെ കഴിക്കും. പിന്നെ എങ്ങനാ അപ്പോ വരേണ്ടത്? 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? 2 ദിവസം? 2 ദിവസം അതുവരെ പിടിച്ചു എന്തായാലും നിൽക്കാം. നാളെ ഒന്നും ഇറങ്ങാൻ ഒക്കത്തില്ല. 2 ദിവസം കഴിയുമ്പോ വരണേ. വലിയ ബുദ്ധിമുട്ടാതുകൊണ്ടാ. ഇത്തിരി അങ്ങ് നീണ്ടു പോകണ്ട. ഓക്കെ, അറിയാം. പകല് വന്നിട്ട് വൈകിട്ടങ്ങ് വെക്കും, കുഴപ്പമില്ല. അല്ല, ഞാനുണ്ടെങ്കിലല്ലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അതെ, വലിയ ബുദ്ധിമുട്ടത്. തനിയെ ആവുമ്പം ഒരു സുഖം ഉണ്ടാവത്തില്ലല്ലോ. തനിയെ ഒരു സുഖമില്ല. രാത്രി പിന്നെ കുഴപ്പമില്ലെന്നേ, ഉറങ്ങാമല്ലോ. പകൽ സമയത്താണ് ബുദ്ധിമുട്ട്. അപ്പം അപ്പച്ചൻ തനിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? തനിയെ കുറച്ച് കാര്യങ്ങളൊക്കെ തനിയെ ചെയ്ത്. പക്ഷെ എന്നാലും മോളുള്ളതിന്റെ അത്ര അങ്ങോട്ട് വരുന്നില്ല. അതെ ഞാനെല്ലാം ചെയ്തായിരുന്നല്ലേ. നമ്മളുള്ളപ്പോ അറിയാമല്ലോ. അപ്പൊ തനിച്ചങ്ങോട്ട് ചെയ്യുന്നതിന് ഒരു പരിമിതികളില്ലേ, അതാണ് പ്രശ്നം. ഏതായാലും നാളെ കഴിഞ്ഞ് ഇറങ്ങാം, എന്നിട്ട് എല്ലാം ചെയ്തുതരാം. അതെ അല്ല, എനിക്ക് അങ്ങോട്ടൊന്ന് വന്നാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് വേണ്ട. അപ്പച്ചൻ വരുമൊന്നും വേണ്ട. അങ്ങോട്ട് ഇറങ്ങാം, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. രാത്രി അപ്പൊ അമ്മച്ചൂടെ തന്നെയാണ് കിടക്കുന്നത്? അതെ കൂടെ വേണം. തനിയെ കിടക്കാൻ പേടിയാ. കൂടെ ഒരാള് പിന്നെ വേണം. അപ്പുറത്തെ ചേച്ചി വരാറില്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്? ചേച്ചി കഴിക്കാൻ. വരാറുണ്ട്. പക്ഷെ ചേച്ചി വന്നിട്ടങ്ങ് പോവും, ഉച്ചയാകുമ്പോ തന്നെ പോവും. അവൾക്ക് എന്തോ അവളുടെ മോള് വന്നിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ടങ്ങ് പോവും. കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങ് പോകും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ, ബാക്കി ഫ്രിഡ്ജിൽ വെക്കും. അപ്പച്ചൻ പിന്നെ ചൂടാക്കിട്ടൊക്കെ കഴിക്കുമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. വൈകിട്ടൊക്കെ പിന്നെ പ്രശ്നമില്ല. വൈകിട്ടൊക്കെ ഞാൻ ചൂടാക്കിയും കഴിക്കും, കുഴപ്പമൊന്നുമില്ല. അല്ല, അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം. അതല്ല, മോളുള്ളതിന് അത്രയും വരത്തില്ലല്ലോ അത്. അതേ പ്രശ്നം. തൽക്കാല ആശ്വാസം ഞാൻ നാളെ കഴിഞ്ഞിട്ട് വന്നിട്ട്. നാളെ ഒന്ന് കഴിഞ്ഞിട്ട് വാ, വന്നിട്ടങ്ങ് പൊക്കോ, കുഴപ്പമില്ല. പിന്നെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് വരാം. എന്നിട്ട് വൈകിട്ട് ഇങ്ങോട്ട് തിരിക്കാം. അല്ല, രാവിലെ തന്നെ പോരെ. രാവിലെ വരാനും പറ്റുമോ അറിയില്ല അപ്പച്ചാ. ഇവിടെ രാവിലെ എന്തായാലും തിരക്കായിരിക്കും. രാവിലെ എന്തായാലും കഴിവതും രാവിലെ നോക്ക്. അപ്പച്ചൻ കഴിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും
ഓള് വന്നങ്ങ് വന്നോളാം. ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും. ഉം. കഴിച്ചിട്ടൊക്കെ ഉച്ചക്കത്തെ കഴിച്ചിട്ടൊക്കെ ഉം. അവിടെ ഫ്രീ ആയിട്ടിരിക്കും. പിന്നെ ഞാൻ വന്നിട്ട് ബാക്കി ചെയ്യാം. അപ്പൊ ഒന്ന് ഉഷാറാവണം. ഉം. അത് തന്നെയല്ല ഈ സന്ധ്യ അല്ല, അപ്പച്ചന്റെ സംസാരത്തിൽ തന്നെ ഉണ്ട് ഒരു ഇങ്ങനെ അറിയാം ഉഷാറില്ലാത്ത പോലെ. ഉഷാറൊട്ടുമില്ല. മോള് വന്നിട്ട് കിടന്ന് ഉഷാറാവും. പിന്നെ ഈ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മഴയാ, കണ്ടില്ലയോ? രാവിലെ വരുവാണെങ്കിൽ പിന്നെ ഒരു 4 മണി 5 മണി വന്ന് പോവാം. ഞാൻ പറഞ്ഞു രാവിലെ വരാൻ പറഞ്ഞു. ഉച്ചയാകുമ്പോ പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് സമയം പോത്തില്ലയോ? അതെ അതെ. പിന്നെ അങ്ങോട്ട് പോകണ്ടില്ല. അതൊരു യാത്രക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. മോളെങ്ങനെ കാറിനാണോ വരുന്നത്? അല്ല, ഞാൻ നോക്കിയിട്ട് കാറിന് മഴയില്ലെങ്കിൽ കാറിന് വരും. എവിടെയെങ്കിലും പോകാനുണ്ടോ അപ്പച്ചന്? അല്ല, മഴയില്ലെങ്കിൽ 2 വീലറിൽ വന്നാൽ മതി. അല്ലെങ്കിൽ കാറേ വാ. മഴയാണെങ്കിൽ കാർ എടുത്തോ. അല്ല, എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും പോകാനുണ്ടോ? നമുക്കൊന്ന് പുറത്തൊന്ന് പോകണം. കുറച്ച് കഴിഞ്ഞ ദിവസമായി ഞാൻ കഴിഞ്ഞ പുറത്തിറങ്ങിയിട്ട്. മഴ കഴിഞ്ഞ മഴേന്റെ ആ ഒരു ഇത് ഞാൻ ഓർക്കാറുണ്ടായിരുന്നു ആ, അവിടെ ഉള്ളപ്പോ. അതെ അതെ, നല്ല രസമില്ലായിരുന്നു. ഉം. ഈ പ്രാവശ്യം മഴയത്ത് മോള് ഇവിടെ ഇല്ലെന്താലും. അപ്പം അല്ല, കഴിഞ്ഞ മഴ ആ സമയത്തൊക്കെ മഴ സമയത്ത് നമ്മൾ പുറത്തിറങ്ങാറില്ലല്ലോ. നല്ല അതെ, തണുപ്പും പക്ഷെ നമ്മൾ അതൊക്കെയുണ്ട്. ഒരിക്കലൊന്ന് പുറത്ത് പോയായിരുന്നു, ഓർമ്മയില്ലയോ? ഒരു തവണ. നല്ല മഴയത്ത്. അത് മറക്കാൻ പറ്റത്തില്ലല്ലോ. നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോ ഒന്ന് വരാമെങ്കിൽ നമുക്കൊന്ന് പുറത്ത് വരെ ഒന്ന് പോവാം. കുറച്ച് ദിവസങ്ങളായി പുറത്തോട്ട് ഇറങ്ങിയിട്ട്. നോക്കിട്ട് സമയം കിട്ടുവാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് അതൊക്കെ ചെയ്തിട്ടേ. ഉം. പിന്നെ ഇവിടെ നിൽക്കാൻ എന്തായാലും പറ്റില്ലല്ലയോ? ടയേർഡ് ആവില്ലേ അതൊക്കെ കഴിയുമ്പത്തേക്കും. അതെ അതെ, ഇവിടെ നോക്കിട്ട് നിൽക്കാൻ ഇറങ്ങാം. പറ്റത്തില്ലല്ലയോ? നിൽക്കാൻ ഒക്കത്തില്ലെന്നേ. ആ, അപ്പച്ചയ്ക്ക് എത്രയും പെട്ടെന്ന് അറിയായിരുന്നു. ക്ലാസ് അവിടെ തുറക്കും. അതൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാം. കുറച്ച് സമയം എടുത്ത് ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ ഒരു വരുന്നിടം വരെ പിടിച്ചു നിൽക്കാം, കുഴപ്പമില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നോളാം. ഇത് ഇടയ്ക്ക് പിന്നെ കുറച്ച് ദിവസം ആദ്യത്തെ ഒരു കുറച്ച് ദിവസം പിന്നെ എന്തായാലും ഇവിടെ ആള് വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ തന്നെ നിൽക്കുമായിരുന്നു. പകല് വന്നാൽ എനിക്ക് മതി, ഇവിടെ രാത്രി പിടിച്ചു നിൽക്കാൻ വരണോന്നില്ല. പറ്റുന്നില്ല. അതെ അതെ, എന്താ പറഞ്ഞത്? അപ്പച്ചൻ അവിടെ തനിച്ചല്ലേ, അതുകൊണ്ട്. തൽക്കാലം രാത്രി വേണ്ട, പകല് വന്നിട്ട് അങ്ങ് പൊക്കോ. ഉം. അത് സൗകര്യം പോലെ മോള് നോക്ക്. അല്ല, ഒരുമിച്ച് തന്നെ ഉണ്ടായിട്ടേ പിന്നെ പെട്ടെന്ന് മാറി നിൽക്കുമ്പോ അത് അപ്പച്ചൻ ബുദ്ധിമുട്ടല്ലേ. അയ്യോ, അപ്പൊ സത്യം ഞാൻ പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവിടുത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ടാ പിന്നെ ഞാൻ ഓർത്തെന്നാ പിന്നെ ഫ്രീ ആകുമ്പോ വന്നാൽ മതി എന്ന് ഓർത്ത് വിളിച്ചത്. അത് തന്നെയല്ലേ എനിക്ക് അങ്ങോട്ട് കാണാൻ വരണമെന്നുണ്ട്. അത് പിന്നെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഞാൻ നാളെ കഴിഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ എന്തായാലും അന്ന് പിന്നെ ഞാൻ ഒരു ഇടയ്ക്ക് കാര്യം ചെയ്യും. ഇറങ്ങാം. നാളെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട്